നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്ന പാർട്ട് 1 എത്തനോളിനെ കുറിച്ചായിരുന്നു. ഇന്ത്യയുടെ എത്തനോൾ യാത്ര എന്ന് വെച്ചാൽ നമ്മൾ എത്തനോൾ, ഷുഗർ കെയിൻ, കരിമ്പ് തോട്ടത്തിൽ നിന്ന് ഫ്യൂൽ ടാങ്ക് വരെയുള്ള യാത്ര. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആണ്. ഇതിൽ എത്തനോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഇതിൽ എത്തനോൾ ഞാനും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ഫെർമെൻറ്റേഷൻ ഇതൊക്കെ കാര്യം, പക്ഷെ നമുക്ക് അത്ര ഒന്നും ഓർമ്മയില്ല. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാനും കൂടെ അത് മനസ്സിലാക്കുകയാണ് എന്താണ് ഇത് കാരണം. അപ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ കരിമ്പ് തോട്ടത്തിൽ നിന്നാണ് ഒരു എത്തനോൾ അതിൻ്റെ ഒരു തുടക്കം തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു തുള്ളി എത്തനോൾ ഉണ്ടാവുന്നത് കരിമ്പ് തോട്ടത്തിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൽ നിന്ന് ആണ് ഉണ്ടാവുന്നത്, ഒരു സസ്യ അല്ലെങ്കിൽ ഒരു കരിമ്പിൽ നിന്നുണ്ടാവുന്നത്. കരിമ്പ് എങ്ങനെയാണ് കാറിൻ്റെ ഇന്ധനമാകുന്നത് നമുക്ക് ഇവിടെ നോക്കാം. 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര കരിമ്പുകൾ നമുക്ക് വേണം, ഏതൊക്കെ കരിമ്പ് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എത്ര ലിറ്റർ വെള്ളം നമുക്ക് എത്തനോൾ ഉണ്ടാക്കാൻ വേണം, കൃഷി ചെയ്യാൻ കരിമ്പ് തോട്ടം എത്രമാത്രം കൃഷി ചെയ്യാൻ നമുക്ക് വേണം, പിന്നെ ഇന്ത്യക്ക് എത്രമാത്രം കപ്പാസിറ്റി പൊട്ടൻഷ്യൽ ഉണ്ട്, എത്തനോൾ ഫുള്ളായിട്ട് E100ലേക്ക് മാറാൻ എത്രമാത്രം നമുക്ക് അതിൻ്റെ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ തോട്ടങ്ങൾ അല്ലെങ്കിൽ വേറെ ഫാംസ് ഉണ്ട്, മാൻ പവർ, പ്രൊഡക്ഷൻ യൂണിറ്റ്, മാനുഫാക്ചറിംഗ് എത്ര ഉണ്ടെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാം ആരംഭിക്കുന്നത് ഒരു കരിമ്പ് തോട്ടത്തിൽ നിന്നാണ്, ഒരു കർഷകൻ്റെ വയലിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. അപ്പം ഒരു കരിമ്പും തോട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഇത് ഒരു ഫ്യൂൽ ടാങ്കിലേക്കുള്ള ഒരു യാത്രയാണ്. പിന്നെ അപ്പോൾ ഇത് കരിമ്പും തോട്ടം മാത്രമല്ല, നമ്മൾ കരിമ്പ് മാത്രമല്ല ഒരു കർഷകൻ വയലിൽ ഉണ്ടാക്കുന്നത്. കരിമ്പ്, മെയ്സ്, അതേപോലെ മൊളാസസ് ഉണ്ടാക്കും. പിന്നെ അതേപോലെ മൊളാസസ് എന്ന് വെച്ചാൽ കരിമ്പിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. പിന്നെ ബ്രോക്കൺ അരികൾ എന്ന് വെച്ചാൽ ഈ കേടായ ഈ ചെറിയ അരി ഫുള്ളല്ലാത്ത കളയുന്ന അരികളുണ്ട്, നമ്മളതിനെ പൊടിയരി എന്നൊക്കെ പറയില്ല. അതേപോലെ ബ്രോക്കൺ റൈസ്, അതേപോലെ സർക്കാർ അനുവദിച്ചിട്ടുള്ള ചില ഗ്രെയിൻസുകളുണ്ട്, കളയുന്ന ഗ്രെയിൻസുകൾ. അത് പിന്നെ ഇപ്പോൾ ഇന്ത്യ വേറൊരു പുതിയ തലത്തിലേക്കുള്ള ഒരു റിസർച്ചും കൂടെ അവർ പോകുന്നുണ്ട്. 2G എത്തനോൾ എന്ന് പറയും. ഇപ്പോൾ കിട്ടുന്ന നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് എത്തനോൾ ആണെങ്കിൽ ഇനി വരാൻ പോകുന്നത് 2G എത്തനോളാണ്. അത് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ എത്തനോൾ എന്ന് പറയും. ഇതിപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എത്തനോളാണ് നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ക്വാളിറ്റിയിൽ വ്യത്യാസം വരണമെന്നില്ല. അത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ 2G, ഫസ്റ്റ് G, 1G, 3G എന്നൊക്കെ കേൾക്കണ പോലെ നമുക്ക് തോന്നലായിരിക്കും ചിലപ്പോൾ ഇതിനെക്കാട്ടിന്. അപ്പോൾ അതുണ്ടാക്കുന്ന ഇതിൻ്റെ തോടിൽ നിന്നാണ്, അരിയുടെ തോട്, ഗോതമ്പിൻ്റെ തോട്, അതേപോലെ ബാംബൂസ്, മുളകളിൽ നിന്ന്, പിന്നെ ഈ വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, നമ്മളൊരു ടൈമിൽ അത് കത്തിച്ച് കളയുന്ന വേസ്റ്റുകൾ, അത് ഇന്ന് ഇപ്പോൾ ഇത്രയും കത്തിച്ച് കളയാറാണ് പതിവ്. അപ്പോൾ ഇത് നിങ്ങൾ കേട്ട് കാണും പല വാർത്തയിൽ, UP-യിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ഭയങ്കരമായിട്ട് സ്മോക്ക് വരുന്നത് ഈ പാടങ്ങൾ കത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വേസ്റ്റ് കത്തിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് 2G എത്തനോളിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഇത് എത്രമാത്രം സക്സസ് ആവോ ഇല്ലെന്ന് ഇപ്പോഴും നമുക്കത് അറിഞ്ഞുകൂടാ. ഇത് പരീക്ഷണാടിസ്ഥാനമാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കോടിക്കണക്കിനുള്ള ഈ ഇന്ധനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യക്കകത്ത് മൊത്തം കോടിക്കണക്കിനുള്ള വാഹനങ്ങൾക്ക് ഇന്ധനം കൊടുക്കാൻ പോകുന്ന ഒരു ഫ്യൂവലാണ് എത്തനോൾ. അതിൽ തന്നെ ഇവർ റിസർച്ച് ചെയ്ത 2Gയും 1G ഒക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. അടുത്തത് ഈ കരിമ്പ് ഷുഗർ മില്ലുകളിൽ എത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഈ കരിമ്പ് എന്ന് പറയുന്നത് ഇത് എത്ര ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് ഷുഗർ മില്ലിൽ എത്തിക്കണം. ഷുഗർ മിൽസ് മിക്കതും കരിമ്പ് തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ ഷുഗറിൻ്റെ ഡീഗ്രേഡ് ആവും. എന്ന് വെച്ചാൽ ഇത്
ഇതിൻ്റെ ഈ ഷുഗറിൻ്റെ ക്വാളിറ്റി കുറയും. ഷുഗർ കുറയും എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നമ്മളെ ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ എവിടെ നിങ്ങൾ ഈ ഷുഗർ കെയിൻ അല്ലെങ്കിൽ കരിമ്പ് മേടിക്കുമ്പോൾ അതൊരുമാതിരി ഉണങ്ങിയാണ് ഇരിക്കുന്നത്, ഭയങ്കര കട്ടി ഉണങ്ങിയിലാണ് ഇരിക്കുന്നത്. ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും റോഡ് സൈഡിൽ. പക്ഷേ യഥാർത്ഥ ഷുഗർ കെയിൻ ഇത് മില്ലിൽ എത്തിച്ച് അപ്പോൾ തന്നെ ഇതിനെ ക്രഷ് ചെയ്യുകയാണ്. ഒരു വലിയ ഒരു മിഷനറിക്കകത്തിട്ട് ഇതിനെ ക്രഷ് ചെയ്ത് ഇതിനകത്തുനിന്ന് 2 പദാർത്ഥങ്ങളാണ് വരുന്നത്. ഒന്ന് ഷുഗറും ഒന്ന് എത്തനോളും. അപ്പോൾ എത്തനോൾ വരുന്നതിന് ഇത് 2 വന്നതിന് ശേഷം ഈ ഷുഗർ മൊത്തം ഇത് എടുക്കും. ഇതിന് ഷുഗർ മൊത്തം എത്തനോൾ മിശ്രിതത്തിൽ നിന്ന് എടുക്കും. ഷുഗർ അല്ലാത്തുള്ള ഷുഗറിൽ നിന്നും ഇതിന് ഷുഗർ ക്രിസ്റ്റലായിട്ട് എടുക്കുക. ക്രിസ്റ്റലായിട്ട് എടുത്തതിന് ശേഷം ഇതിൽ വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് മൊളാസസ്. മൊളാസസ് എന്ന് പറഞ്ഞാൽ കട്ടിയായ ഒരു ദ്രാവകമാണ്. അപ്പോൾ നോർമലി അത് കളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു ബൈ പ്രോഡക്റ്റ് വേസ്റ്റ് ആയിട്ടാണ് കരുതി വെച്ചിരുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഇതിനെ റിസർച്ച് ചെയ്ത് ഇത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ എത്തനോൾ എന്ന് വെച്ചാൽ ഫ്യൂവലിൽ ഉണ്ടാക്കാൻ പറ്റിയ സബ്സ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ കേന്ദ്രം ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് ഇത് ഒരു കോടിക്കണക്കിന് ഒരു വലിയൊരു ബയോഫ്യൂവലായിട്ട് മാറിയിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റേജ്. ഇനി അടുത്ത സ്റ്റേജിൻ്റെ ഫെർമെൻറ്റേഷൻ ആണ്. ഇവിടെയാണ് സയൻസ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ മൊളാസസിൻ്റെ അകത്ത് ശരിക്കും ഷുഗർ കാണും. അപ്പോൾ ഷുഗറിന് ഇഷ്ടം ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഫെർമെൻറ്റേഷൻ, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു വലിയൊരു കണ്ടെയ്നർ നിങ്ങൾക്ക് ഒരു വലിയ കണ്ടെയ്നർ, ഈ ഫ്യൂൾ കണ്ടെയ്നറിൻ്റെ പോലെ തന്നെ മനസ്സിൽ കരുതുക. ചിലപ്പോൾ അതിനെക്കാട്ടി വലുതാവാം. അപ്പോൾ അതിനകത്ത് ഇടപ്പോഴത്തേക്ക് ഇതിൻ്റെ റിയാക്ഷനായിട്ട് ഈസ്റ്റ് ഷുഗറിനെ തിന്നു തുടങ്ങും. ഈസ്റ്റ് ഷുഗറിനെ തിന്നു തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് ഇതിൻ്റെ റിയാക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. ആൽക്കഹോളും ഉണ്ടാവും, അതിനകത്ത് ചൂടും ഉണ്ടാവും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും കൂടെയാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം ഫെർമെൻറ്റേഷൻ ഉണ്ടാകുന്ന ഈസ്റ്റ്, ഈ മൊളാസസിലിരിക്കുന്ന ഷുഗർ ഈസ്റ്റ് തിന്നുമ്പോഴത്തേക്ക് ചൂടും കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ആൽക്കഹോൾ അതിനകത്താണ്. പക്ഷേ ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഫ്യൂവലായിട്ട് കൺവേർട്ട് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറിനകത്ത് തന്നെ ഇത് 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ ഇതിനകത്ത് ഇത് കിടക്കും. അപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും ഇത് ഫ്യൂവലിലെത്തിക്കാനില്ല. ഫ്യൂവൽ ആവണമെങ്കിൽ ഇതിനെ ഇനി ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലും കൂടെ കടത്തി വിടണം. എങ്കിലേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ ആൽക്കഹോളിനെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡിസ്റ്റിലേഷൻ ആണ്. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടവർ പോലത്തെ ഇതിനകത്ത് വെച്ചിട്ട്, ടവർ നിങ്ങൾ കണ്ടു കാണും, ഈ ഓയിൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കാണാം. അത് ഒരു വലിയൊരു ടവർ, അത് പെട്രോളിയം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഈ ടവർ പോലത്തെ ഇതിനകത്ത് ശരിക്കും ഇതിനെ ചൂടാക്കുന്നു. അപ്പോൾ ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് വെള്ളത്തിനെ കാട്ടി കൂടുതൽ സ്പീഡിന് ആവിയാവും. ഈ ആവിനെ വീണ്ടും തണുപ്പിച്ച് അതിനെ വീണ്ടും ഒരു ദ്വാരകമാക്കും. എന്ന് വെച്ചാൽ വീണ്ടും അതിനെ ഒരു ലിക്വിഡ് പോലെ ഒരു സബ്സ്റ്റൻസ് ആക്കും. അപ്പം എന്നിട്ട് അതിനെ വീണ്ടും തണുപ്പിച്ച് വീണ്ടും ഇതിനെ എനിക്ക് തോന്നുന്നു വീണ്ടും ചൂടാക്കും തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആക്കപ്പോഴത്തേക്ക് അങ്ങനെ ആക്കിയാണ് ഒരു ഡിസ്റ്റിലേഷൻ, അങ്ങനെ എന്തൊരു പ്രക്രിയയാണ്. അപ്പം അങ്ങനെ ആക്കിയ ശേഷം പിന്നെ ശേഖരിക്കുന്നതാണ്, ലാസ്റ്റിൽ അതിൽ ശേഖരിച്ചുണ്ടാക്കുന്നതാണ് 99% ആൽക്കഹോൾ. ഫ്യൂവലിന് അനുയോജ്യമായ ഒരു ആൽക്കഹോൾ അങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. പിന്നെ അതിനെ ഇവർ E20 അല്ലെങ്കിൽ E85, E100 എത്തനോൾ ആക്കി ഇവർ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. പക്ഷെ ഇത് ഇപ്പോൾ കേൾക്കുമ്പോൾ ചെറിയ എമൗണ്ടിൽ, പക്ഷെ ഇത് ഒരു വലിയ സ്കെയിലിലാണ് ഇവരത് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടി എത്ര കിലോഗ്രാം ഷുഗർ നമ്മൾ ഉപയോഗിക്കണം എന്നാണ്. പക്ഷെ ഇത് നമുക്ക് ഇവർക്ക് ഇതുവരെ ഇതിൻ്റെ കണക്ക് പ്രോപ്പർ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഡിപ്പെൻഡ് ചെയ്യണ പല കാര്യങ്ങളിലാണ്. ഇത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഈ 1 കിലോ അല്ലെങ്കിൽ 1 ലിറ്റർ എത്തനോൾ ഉണ്ടാകുന്നത്. അത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കരിമ്പിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ, കരിമ്പിന്റെ അകത്ത് എത്ര ഷുഗർ ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഷുഗർ ഉണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ നമുക്ക് അതിൽ
എത്തനോൾ അധികം ലിറ്റർ ഉണ്ടാക്കാം. അപ്പം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കരിമ്പിൻ്റെ ക്വാളിറ്റി, ഫാക്ടറിയുടെ എഫിഷ്യൻസി, അതേപോലെ പഞ്ചസാരയുടെ അളവ് എത്രമാത്രം ഈ കരിമ്പിനുണ്ടെന്ന് അത് ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്, ഷുഗർ കെയിനിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ ഇതേപോലെ കമ്പനിയുടെ എഫിഷ്യൻസി, പിന്നെ പുതിയതായിട്ട് ഇവർ എങ്ങനെയൊക്കെ ഇത് ടെക്നോളജീനെ യൂസ് ചെയ്യണം, ഇതൊക്കെ ഇനി അതൊരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കേസാണ് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ ഇതിന്റെ നിർമ്മാണ രീതി, കാരണം എത്രമാത്രം ഇവർ ഇത് കെയർഫുൾ ആയിട്ട് ഇതിനെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ശ്രദ്ധിച്ച് കൊണ്ടുവരുന്നു. കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങാതെ പെട്ടെന്ന് തന്നെ ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഇതിനെ എത്തനോൾ എടുക്കണം, എത്ര ഫാസ്റ്റായിട്ട് ഇവർ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഇതിൽ കൗണ്ടബിൾ ആണ്. സാധാരണമായിട്ട് ഒരു കണക്ക് പറയുന്ന കണക്കെന്ന് വെച്ചാൽ 12 തൊട്ട് 16 കിലോ വരെ ഷുഗർ കെയിൻ, കരിമ്പ് 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കാൻ വേണമെന്നാണ് അവർ പറയുന്നത്, ഈ കണക്ക് പറയുന്നത്. ഇതൊരു സ്ഥിരതയായ കണക്കല്ല, ഇത് കൂടിയും കുറഞ്ഞും വരാം. കാരണം എന്ന് വെച്ചാൽ ഈ കരിമ്പിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ മാറപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉൽപ്പാദനവും കൂടെ കൂടും. അപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ റിസർച്ച് വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ എത്തനോൾ കുറഞ്ഞ കരിമ്പിൽ ഉണ്ടാക്കിയെടുക്കുക. അത് ഉണ്ടാക്കണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഹൈബ്രിഡ് ടൈപ്പ് വല്ല ഇനി കരിമ്പ് നോക്കേണ്ടി വരും. അപ്പോൾ എല്ലാ രീതിയിലും ഇവർ റിസർച്ച് അതിനകത്ത് വെച്ച് നടത്തുന്നുണ്ട്. അടുത്ത ഒരു വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്സ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം പറഞ്ഞതെന്ന് വെച്ചാൽ വെള്ളം, എത്രമാത്രം വെള്ളം എത്തനോൾ ഉണ്ടാക്കാൻ വേണം അല്ലെങ്കിൽ കരിമ്പിന് വേണം. കാരണം എന്ന് വെച്ചാൽ കരിമ്പ് എന്ന് പറയുന്നത് ശരിക്കും വാട്ടർ വേണം. മഴവെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഭൂഗർഭ ജലങ്ങൾ എടുത്തായിരിക്കും പോവുക. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഇത് കുറയും. കാരണം നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രമല്ല പിന്നെ കരിമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു ശരിക്കും ക്വാണ്ടിറ്റിയിൽ എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടി കരിമ്പിനെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടി ശരിക്കും വെള്ളം നമുക്ക് വേണം. ഈ ഫാക്ടറികളിലും ഇതേപോലെ വെള്ളം വേണം. ഒന്ന് ക്ലീനിങ്ങിന്, ഫെർമെൻറ്റേഷന്, കൂളിങ്ങിന്, സ്റ്റീമിങ്ങിന്, ഇതിനൊക്കെ വെള്ളം ഇവർക്ക് ശരിക്കും ആവശ്യമാണ്. അപ്പോൾ ശരിക്കും ഇതിൽ വെള്ളം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഇത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും അത് ചോദ്യമാണ്. അപ്പോൾ ഇനി പുതിയ പ്രൊഡക്ഷൻ രീതിയിൽ എന്ന് വെച്ചാൽ ഈ റീസൈക്കിളായിട്ട് വെള്ളം യൂസ് ചെയ്യുക, അങ്ങനെയുള്ള യൂണിറ്റ്സിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ മഴവെള്ളം ശേഖരിക്കുക എന്നുള്ള പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു വലിയ ഫെയിലിയർ ആയിപ്പോകും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫുഡ് ക്രൈസിസ് വരാം. കാരണം ഈ ഷുഗർ കെയിന് നമ്മൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ ആവശ്യമാണ്. അപ്പം ചിലയിടങ്ങളിൽ മഴ വളരെ കുറവാണ്. അപ്പോൾ അവർ ഭൂഗർഭം ജലം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഉള്ള ഫുഡ് പ്രോഡക്റ്റ് നിർത്തും. നിങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പോൾ പണ്ട് ഈ റബ്ബറിൻ്റെ ഒരു ഇത് വന്നപ്പോൾ മൊത്തം റബ്ബർ കൃഷികളാണ് എല്ലാവരും നടത്തിയത്. അപ്പോൾ ഈ തെങ്ങ് പോലും വെട്ടി മാറ്റിയിട്ട് നമ്മൾ റബ്ബർ തോട്ടത്തിലേക്ക് പോയി. പക്ഷേ ഇന്നിപ്പോൾ റബ്ബറും ഇല്ല, തെങ്ങും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിനകത്ത് നിൽക്കുന്നത്. എന്നിട്ട് തെങ്ങ് ആർക്കും വേണ്ട. അപ്പോൾ കിട്ടണില്ല, പല രോഗങ്ങളും കാര്യങ്ങളും. പിന്നെ തെങ്ങ് ആരും നടക്കില്ലായിരുന്ന ഒരു കാലത്ത്. അപ്പോൾ അതേപോലെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അടുത്തെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എത്തനോൾ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞപ്പോഴത്തേക്ക് ഉത്തർപ്രദേശ്, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, പഞ്ചാബ്, ഹരിയാന, ഇങ്ങനെയുള്ള കുറച്ച് സാധനം, ബീഹാർ, ഇവർക്ക് കരിമ്പ് കൃഷി കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് എത്തനോൾ പ്രൊഡക്ഷനും കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കണ്ടു കാണും ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ, സ്പിരിറ്റ്സ്, നമ്മൾ കുടിക്കാനുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന മിക്ക കമ്പനികളും ഈ സ്റ്റേറ്റ്സിനകത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ എത്തനോൾ പ്രൊഡക്ഷൻ കൂടുതലാണ്. അതിൻ്റെ പ്രോസസ്സ് വേറെയാണ്. നമ്മളിവിടെ ഫ്യൂവലിൻ്റെ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് ഈ എത്തനോളിന് ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നത്? ഒന്ന്, നമ്മൾ വിദേശത്ത് നിന്നുള്ള എണ്ണ ഇറക്കുമതി, അതേപോലെ നമ്മൾ ഫോറക്സ്, നമ്മൾ നാണയങ്ങൾ രക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അധികം ഡോളർ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. പിന്നെ അതുമല്ല, ഇപ്പം യുദ്ധം നടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്രോളിയം എന്ന് പറയുന്നത് അധികം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കൺട്രി അല്ല. കാരണം അതിനുള്ള കപ്പാസിറ്റി നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഇവർ കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയും നമുക്ക് ഏകദേശം ഒരു 3 മാസം വരെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒരു കാരണമാണ്.
പിന്നെ കർഷകർക്ക് വരുമാനം കൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് അത് എത്രമാത്രം ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഡൗട്ടാണ്. അത് പക്ഷെ നല്ലതാണ്, പക്ഷെ അത് നമുക്ക് അറിഞ്ഞുകൂടാ ഇനി എത്ര ഇത് വരെ ചെയ്യാൻ പറ്റും. സർക്കാർ പറയുന്നത് അതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. നമ്മളെ കൺട്രിയുടെ എനർജി വ്യവസ്ഥയെ ബലപ്പെടുത്തുക, പിന്നെ അതേപോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഈ എനർജി സോഴ്സിലേക്ക് ഗവേഷണം ചെയ്യുക, ഇതൊക്കെയാണ് സർക്കാർ പറയുന്ന കാര്യങ്ങൾ. ഇത് എത്തനോളിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇവർ ശരിക്കും ധനസഹായങ്ങളും അതെങ്കിലും കമ്പനീസിനെ മുന്നോട്ട് വരാനാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കമ്പനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഒരു വലിയ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് ചില്ലറ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇതൊരു നല്ല ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇൻഡസ്ട്രീസ് ആണ്. അതുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനീസ് പെട്ടെന്ന് ചാടും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ സപ്പോർട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്മാരുള്ള ഈ ബിസിനസ്സിൽ പങ്കുള്ളവർ വന്ന് ചേരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ മെയിൻ നമ്മളൊരു മിനിസ്റ്ററിന്റെ മക്കൾ ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഹെവി ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, ഒരു വലിയൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വലിയൊരു റിട്ടേൺ വരുന്ന ഒരു ബിസിനസ്സും കൂടെയാണ്. കാരണം ഇതിൽ ഓൾറെഡി ഇത് ഗവേഷണം ചെയ്തു. നിങ്ങൾക്ക് അറിയാം, ഒപെക് എന്ന് പറഞ്ഞ് നമ്മളെ ഫോസിൽ ഫ്യൂൽസ് അല്ലെങ്കിൽ ഈ ഓയിൽ കമ്പനികൾക്ക് ഒരു ഇത് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ അവരാണ് ലോകത്ത് ഒട്ടാകെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ഇടയ്ക്ക് ഇപ്പം ഈ പല വെസ്റ്റേൺ കൺട്രീസ്, അമേരിക്ക പോലുള്ള, അവർക്ക് ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ അവർ ഓൾറെഡി എത്തനോള് E35 വരെ അവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പല ഘട്ടങ്ങളായിട്ടാണ്. എന്ന് വെച്ചാൽ ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ ഏകദേശം 50 വർഷം എടുത്ത് ഇവർക്ക്, അതേപോലെ ഇവർക്ക് ഒരു ട്രാൻസിഷൻ പീരീഡും ഉണ്ടായിരുന്നു. അത് ഞാൻ മുന്നോട്ട് നമുക്ക് സംസാരിച്ച് വരാം. പക്ഷേ അതുകൊണ്ടാണ് അവർ അത് വിജയിച്ചത്. പക്ഷെ ഇവിടെ ഇപ്പം സഡൻലി പെട്ടെന്ന് എടുക്കുകയാണ് ഗവൺമെന്റ്. അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങൾ പറയുന്നത്. നമുക്ക് ആ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പൊ ആ ഡിസ്കഷനിൽ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ആദ്യം ഈ എത്തനോളിന്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ എത്തനോൾ നമുക്ക് എത്രമാത്രം എൻവയോൺമെന്റിൽ ദോഷം വരുത്തുമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അത് ഒരു ജനറലായിട്ട് സാധാരണ എല്ലാവർക്കും മനസ്സിലാവണ്ടേ, നമുക്ക് ഇത് കുറച്ച് ഡെപ്ത് ആയിട്ട് കുറച്ച് കാര്യങ്ങളുടെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. എത്തനോൾ എത്രമാത്രം പ്രതിസന്ധി നമ്മളെ എൻവയോൺമെന്റിൽ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ഇപ്പോൾ പറയാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യണവർ പറയണമെന്ന് വെച്ചാൽ ഇത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, ഇത് കർഷകർക്ക് ഹെൽപ്പ് ചെയ്യും, അതേപോലെ കാർബൺ ഡയോക്സൈഡ് പ്രദൂഷണം എൻവയോൺമെന്റിൽ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പറയുന്നത്. പിന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളെ വെള്ളത്തിൻ്റെ ഭൂമിയിലുള്ള നല്ല വെള്ളത്തിനെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഫുഡ് തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതുകൊണ്ട് ഇത് ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എല്ലാ കാറുകൾക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ BS6 എന്ന് പറഞ്ഞ് ഇറങ്ങിയ കാറുകളെല്ലാം ഇത് കമ്പാറ്റിബിൾ ആണെന്നാണ് പറയുന്നത്, E20 വരെ. അതുപോലെ E20 അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള BS4 ആയതിനു മുമ്പ് BS5 ഇല്ലായിരുന്നു. അപ്പൊ BS4 അതിന് പിന്നെ ബാക്കിലുള്ള BS3 BS2 ഉള്ള വണ്ടികൾ നിൽക്കുന്ന വണ്ടികൾക്ക് ഇത് ദോഷം ചെയ്യോ ഇല്ലേ എന്നാണ് ഈ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുടെ ഒരു വാദങ്ങൾ. പക്ഷേ ഇതിൽ E5 E10 ഓൾറെഡി ഇത് നമ്മളെ BS4 വണ്ടികളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ E20 കഴിഞ്ഞ 1.5 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലമായിട്ട് പെട്രോൾ പമ്പിൽ ഇത് വരുന്നുണ്ട്, നമ്മളത് നമ്മളെ വണ്ടിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പൊ എൻ്റെ 2 വണ്ടി ഉണ്ട്, ഒന്ന് BS4 ഒന്ന് BS6 ആണ്. അപ്പൊ BS4 ഞാൻ ഈ E20 പെട്രോള് കഴിഞ്ഞ എത്രയോ കൊല്ലമായിട്ട് ഞാനും അടിച്ചോണ്ടിരിക്കും. എനിക്കറിയില്ല, ഞാൻ പെട്രോൾ പമ്പിൽ റീസെന്റ് ആയിട്ട് ഈ വിഷയം വന്നപ്പോൾ ചെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അവർ പറയുന്നത് 1 കൊല്ലമായിട്ട് E20 തന്നെയാണ് അവരെ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇനി എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അല്ലാത്ത BS6 വണ്ടിയിൽ ഞാൻ E20 തന്നെ അടിക്കുന്നത്. അപ്പൊ എനിക്ക് ചെറിയ വിഷയങ്ങൾ വന്നിട്ടുണ്ട്, അത് പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ വണ്ടിയുടെ കാലപ്പഴക്കം കൊണ്ട് വന്നതാണ്. കാരണം എൻ്റെ ഇരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് 14 വർഷം പഴക്കമുള്ള വണ്ടിയാണ് ഇരിക്കുന്നത്.
അപ്പൊ അതില് ഇപ്പൊ കുറച്ച് പ്രോബ്ലം, ഞാൻ ഇതുവരെയും പറ്റാത്ത കുറച്ച് പ്രോബ്ലംസ് അതിൽ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് E20 ഇത് ഉപയോഗിച്ചിട്ടാണെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. കാരണം അത് എല്ലാം ഡൗട്ട്ഫുൾ ആണ്. ഈ ഗവൺമെന്റ് പറയുന്നത് അങ്ങനെയല്ല, പക്ഷെ ഇത് ബാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അപ്പൊ E5 E10 വരെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് നോർമലി വണ്ടിക്ക് കുഴപ്പങ്ങൾ വരുത്തില്ല, അത് ഷുവറാണ്. പക്ഷെ E20 ഉപയോഗിച്ചിട്ട് വരുന്നുണ്ട്, അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും സയന്റിഫിക്കലി, അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സ് ഇതിനെ പ്രൂവ് ചെയ്യുന്നു. അങ്ങനെയുള്ള 2 ഡിപ്പാർട്ട്മെന്റ്സ് ഒന്ന് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരും കാര്യങ്ങളും ഞാൻ വിശദീകരിക്കാം. പക്ഷെ അവർ പറയുന്ന കുഴപ്പം ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. മാനുഫാക്ചറിങ് കമ്പനിയും പറയുന്നത് ഉണ്ടാവില്ല. പക്ഷെ ഇത് എങ്ങനെയാണ് അതാണ് നമ്മൾ ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിട്ട് അടുത്ത പാർട്ടിൽ ഇത് കുറച്ചുകൂടെ നമുക്ക് വിശദമായിട്ട് ഗവൺമെന്റിന്റെ ടാറ്റിക്സ്, സ്ട്രാറ്റജി, അവർ എങ്ങനെയാണ് ഇത് കൊണ്ടുവന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കണം, എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ സംഭവിക്കാം, ഇത് നമുക്ക് അതിൽ ഡിസ്കസ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ എത്തനോള് എങ്ങനെയാണ് നിങ്ങളെ അടുത്ത് വരെ എത്തുന്നത്, മാനുഫാക്ചറിങ് എങ്ങനെയാണ് ഇത് എത്തുന്നത്, ഒരു കർഷകന്റെ വയലിൽ നിന്നാണ്. അതിനുശേഷം ഇതിന് കെമിക്കൽ പ്രോസസ്സ് നടത്തും, എഞ്ചിനീയറിങ് നടത്തുന്നുണ്ട്, ശാസ്ത്രമായ രാസതന്ത്രങ്ങൾ, കെമിക്കൽ റിയാക്ഷനൊക്കെ നടത്തി അതേപോലെ ഇതിനെ ഒരു വ്യവസായമെല്ലാം നിലയിൽ ഒരു ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിന് അടുത്ത ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഓയിൽ കമ്പനികൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇത് ചുരുക്കി എത്ര മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ സംസാരത്തിലോ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയതാണ്. ഞാനൊരു എക്സ്പേർട്ട് അല്ല, പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിച്ചാണ്. അപ്പൊ ഇനി ഈ എത്തനോള് നമുക്ക് ഇത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് സംസാരിക്കാം. ഇത് വാഹനത്തിൽ ഇത് എത്രമാത്രം സുരക്ഷിതമാണോ എന്ന് നമുക്ക് ഈ കുറെ വിഷയങ്ങളുണ്ട്. E20 ഇത് സുരക്ഷിതമാണോ, അല്ലെങ്കിൽ E100 നമ്മളെ എഞ്ചിനെ ഡാമേജ് ചെയ്യുമോ ഇല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നേരത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്നലെ തുടങ്ങിയ ഒരു പ്രോസസ് അല്ല. ഇത് 1906 ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമേ ഫോർഡ് മോഡൽ T എന്ന് പറയുന്ന കാറുകളിൽ ഇത് 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ വണ്ടികൾ രൂപകൽപ്പന ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ അതുപോലെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ എത്തനോൾ ഉപയോഗിക്കാം, പെട്രോൾ ഉപയോഗിക്കാം. പക്ഷെ ഈ എത്തനോളും പെട്രോളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ കെമിക്കൽ റിയാക്ഷൻ വേറെയാണ്. അതിന്റെ എനർജി സോഴ്സ്, എനർജിയും വളരെ കൂടുതലാണ്. ഒന്നിന് കുറവാണ്, എത്തനോളിന് കുറവാണ്, പെട്രോളിന് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇത്ര വരെ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് പാർട്ട് ഞാൻ അടുത്ത ഞാൻ ടൈം കിട്ടപ്പോഴത്തേക്ക് ഞാൻ അതും കൂടെ ഇതിൽ ചെയ്തിടും. എന്നാലേ അത് പൂർത്തീകരിച്ച് നമുക്ക് ഈ എത്തനോളിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഫ്യൂവലിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുക, സപ്പോർട്ട് ചെയ്യുക.